ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. എല്ലാ ആദിമ ഗോത്ര വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ഉന്നതി പ്രാപിച്ചാൽ മാത്രമേ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനങ്ങൾ വികസിക്കുമ്പോൾ രാജ്യവികസനം സാധ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിൽ 17,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 1 കോടി വീടുകളിൽ പുരപ്പുറ സൌരോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ കൽക്കരി ഉൽപാദനം കാര്യക്ഷമമാക്കുന്നതിനായി തയ്യാറാക്കിയ കൽക്കരി ലോജിസ്റ്റിക്സ് രൂപരേഖയും നയവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ISL ഫുട്ബോളിൽ ഒഡീഷ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദരിദ്രരുടെയും ഗോത്ര വിഭാഗത്തിന്റെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നില്ലെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. എല്ലാ ആദിമ ഗോത്ര വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ഉന്നതി പ്രാപിച്ചാൽ മാത്രമേ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ. 4 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി കിയോഞ്ചർ ജില്ലയിലെ ജുവാങ് ഗോത്രവർഗ്ഗ ജനതയോട് സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഏകദിന സന്ദർശനത്തിനായി നാളെ കർണാടകയിൽ എത്തും. IIT ധാർവാഡിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ തറക്കല്ലിടലും ധൻകർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പുരപ്പുറ സോളാർ പദ്ധതിയും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നിലവിലെ കേന്ദ്ര സർക്കാരിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം ശക്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾ വികസിക്കുമ്പോൾ മാത്രമേ ഇന്ത്യ വികസിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിൽ 17,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിനുശേഷം വികസിത് ഭാരത് വികസിത് മധ്യപ്രദേശ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വിദേശത്ത് ഇന്ത്യയുടെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചതായി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾ ഇന്ത്യയുമായി സൌഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. ഇതിലൂടെ ലഭിക്കുന്ന നേട്ടം രാജ്യത്തെ നിക്ഷേപമായും ടൂറിസമായും മാറ്റുന്നതായും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ഭാരത് തബി വികസിത് ഹോഗാ जब राज्य विकसित होंगे. आज इस संकल्प यात्रा से मध्य प्रदेश जुड़ रहा है. मैं आप सभी का अभिनंदन करता हूं. मोदी की गारंटी पर देश का इतना विश्वास भाव विभोर करने वाला है. മധ്യപ്രദേശിൽ ജലസേചനം, വൈദ്യുതി, റോഡ്, കൽക്കരി, വ്യവസായം തുടങ്ങി നിരവധി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. 5,500 കോടിയിലധികം രൂപയുടെ ജലസേചന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മധ്യപ്രദേശിലെ വ്യവസായ വികസനത്തിന് ഉത്തേജനം നൽകുന്നതിനായി 1,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വ്യവസായ പദ്ധതികളുടെ തറക്കല്ലിടലും സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് 6 സബ് സ്റ്റേഷനുകൾക്കും പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തറക്കല്ലിട്ടു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2023-24 സാമ്പത്തിക വർഷത്തിലെ 3ാം പാദത്തിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 8.4% എന്ന വളർച്ച കൈവരിച്ചു. 140 കോടി ഇന്ത്യക്കാരെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 1 കോടി വീടുകളിൽ പുരപ്പുറ സൌരോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതിനായി 75,021 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ഓരോ വീടിനും 300 യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമായി ലഭിക്കും. ഈ വർഷത്തെ ഖാരിഫ് സീസണിൽ ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾക്ക് സബ്സിഡി നൽകാനും കേന്ദ്രം തീരുമാനിച്ചു. മാർജാര വർഗ്ഗത്തിൽപ്പെട്ട വലിയ ജന്തുക്കളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ ആസ്ഥാനമായി ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് സ്ഥാപിക്കും. 2027-28 വരെയുള്ള 5 വർഷത്തേക്ക് 150 കോടി രൂപയുടെ ഒറ്റത്തവണ ബജറ്റ് പിന്തുണയ്ക്കും ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പുതിയ അർദ്ധചാലക നിർമ്മാണ യൂണിറ്റുകളുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 1-2 തീയതികളിൽ ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കും. നാളെ രാവിലെ ഝാർഖണ്ഡിലെ ധൻബാദിലെ സിന്ദ്രിയിൽ എത്തുന്ന പ്രധാനമന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ഝാർഖണ്ഡിൽ 35,700 കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ഉച്ചകഴിഞ്ഞ് പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിലെ അരാംബാഗിൽ 7,200 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. മാർച്ച് 2-ന് പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിലെ കൃഷ്ണനഗറിൽ എത്തുന്ന ശ്രീ മോദി അവിടെ 15,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും നിർവഹിക്കും.
രാജ്യത്തെ കൽക്കരി ഉൽപാദനം കാര്യക്ഷമമാക്കുന്നതിനായി തയ്യാറാക്കിയ കൽക്കരി ലോജിസ്റ്റിക്സ് രൂപരേഖയും നയവും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന് അനുസൃതമായി 2030ഓടെ കൽക്കരി മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി ചിലവ് കുറഞ്ഞതും സുസ്ഥിരവുമായ കൽക്കരി ഖനനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപരേഖയും നയവും രൂപീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജഗനൌത്തും മൌറീഷ്യസിലെ അഗലേക ദ്വീപിലെ വികസന പദ്ധതികൾ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. 6 കമ്മ്യൂണിറ്റി വികസന പദ്ധതിക്കൊപ്പം പുതിയ എയർ സ്ട്രിപ്പും സെന്റ് ജെയിംസ് ജെട്ടിയും ഉൾപ്പെടുന്ന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഇരു നേതാക്കളും ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതികളുടെ ഉദ്ഘാടനം ചരിത്രപരമാണെന്നും ഈ സൌകര്യങ്ങൾ രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഉത്തേജനം പകരുന്നതാണെന്നും ചടങ്ങിൽ സംസാരിച്ച മൌറീഷ്യസ് പ്രധാനമന്ത്രി പറഞ്ഞു. മൌറീഷ്യസിന് സഹായം നൽകുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതി ഭവന് അയച്ച 7 ബില്ലുകളിൽ ഒന്നിന് മാത്രം രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച 3 ബില്ലുകൾക്ക് അനുമതി ലഭിച്ചില്ല. ഗവർണറെ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ ഭേദഗതി 2022, സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ 2022, സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ 2021 എന്നിവയ്ക്ക് രാഷ്ട്രപതി അനുമതി നൽകിയില്ലെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. ലോകായുക്ത ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ മിനാഖാനിൽ നിന്ന് അറസ്റ്റിലായ TMC നേതാവ് ഷെയ്ഖ് ഷാജഹാനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണം പശ്ചിമബംഗാൾ CID ഏറ്റെടുത്തു. ഇന്ന് പുലർച്ചെ പിടികൂടിയ ഷെയ്ഖ് ഷാജഹാനെ ബെസിർഹട്ടിലെ ഒരു പ്രാദേശിക കോടതിയിൽ നിന്ന് ഭവാനി ഭവനിലേക്ക് കൊണ്ടുവന്ന് തുടർന്ന് 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. റേഷൻ കുംഭകോണത്തിൽ ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ ജനുവരി 5-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലായി ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കലാപം, കൊലപാതക ശ്രമം എന്നിവ ഉൾപ്പെടെ IPCയുടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ സിൻഡൂറിൽ ഉണ്ടായ വാഹന അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ധനസഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 180 റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. യാത്രക്കാർക്ക് സുരക്ഷിതവും പോഷകപ്രദവുമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് സർട്ടിഫിക്കേഷനിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യവിൽപ്പനക്കാർക്കുള്ള സുരക്ഷാ ഓഡിറ്റ്, ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്കുള്ള പരിശീലന പരിപാടികൾ, ശുചിത്വ പ്രോട്ടോക്കോളുകളുടെ കർശനമായ നിർവ്വഹണം എന്നിവ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് അനിവാര്യമാണ്. $200 കോടി വായ്പാ തിരിച്ചടവ് കാലാവധി പാകിസ്ഥാന് 1 വർഷത്തേക്ക് കൂടി ചൈന നീട്ടി നൽകി. മാർച്ചിലായിരുന്നു വായ്പ തിരിച്ച് അടയ്ക്കേണ്ടിയിരുന്നത്. ഈ തീരുമാനം ചൈന ഔദ്യോഗികമായി അറിയിച്ചതായി പാകിസ്ഥാൻ കാവൽ ധനമന്ത്രി ഷംഷാദ് അക്തർ സ്ഥിരീകരിച്ചു. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് പുള്ളിപ്പുലികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയതായി പരിസ്ഥിതി വനം കാലാവസ്ഥാ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. 2018-ൽ 12,852 ആയിരുന്ന പുള്ളിപ്പുലികളുടെ എണ്ണം 2022-ൽ 13,874 കടുവാ സംരക്ഷണത്തിനായുള്ള ദേശീയ അതോറിറ്റിയും വന്യജീവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്നാണ് പുള്ളിപ്പുലികളുടെ സെൻസസ് തയ്യാറാക്കിയിരിക്കുന്നത്. ISL ഫുട്ബോളിൽ ഒഡീഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ആദിമ ഗോത്ര വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ഉന്നതി പ്രാപിച്ചാൽ മാത്രമേ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനങ്ങൾ വികസിക്കുമ്പോൾ രാജ്യവികസനം സാധ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിൽ 17,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 1 കോടി വീടുകളിൽ പുരപ്പുറ സൌരോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ കൽക്കരി ഉൽപാദനം കാര്യക്ഷമമാക്കുന്നതിനായി തയ്യാറാക്കിയ കൽക്കരി ലോജിസ്റ്റിക്സ് രൂപരേഖയും നയവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ISL ഫുട്ബോളിൽ ഒഡീഷ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.